ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ സിറ്റിയിലൊരു മെഗാ റാമ്പ് റേസ് നടക്കുന്നുണ്ട്. എൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഈ മഹീന്ദ്ര താറാണ്. ഇത് കണ്ടില്ലേ, ഇത് സൂപ്പർ വണ്ടിയൊക്കെ തന്നെയാണ് ഗൈസ്. ഇത് നല്ലതല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് കണ്ടിട്ട് ഗൈസ്, ഇനി എന്തായാലും നമുക്ക് പുറത്ത് വന്ന് ചുറ്റിക്കറങ്ങാൻ പോവാം. ഗൈസ്, അവിടെ എന്തോ ഒരു മോഡിഫൈഡ് താറ്, ഇത് കണ്ടോ നിങ്ങൾ? ഒരു മോഡിഫൈഡ് താറ്, അതും വലിയ ടയറൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക, അതാണെന്ന് പറഞ്ഞിട്ട്. ഗൈസ്, അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. സാറേ, പോലീസ് സ്റ്റേഷൻ്റെ വീട്ടിൽ ബാക്കിലൊരു വീടില്ലേ, അയാളുടെ വണ്ടിയൊക്കെ മോഡിഫൈഡ് ആണ്. വണ്ടി മോഡിഫൈ ചെയ്യാം, അയാൾ ശരിയാക്കി തരാം. എന്തായാലും അയാളുടെ കാര്യം ഇത്തിരി തീരുമാനമായി ഗൈസ്. ഇന്നെന്തായാലും നമുക്ക് പുറത്ത് പോവാം. ഗൈസ്, ഇനി എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോവാം, അതായിരിക്കും നല്ലത്. ഗൈസ്, ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. അയാളുടെ വണ്ടിയിൽ എടുത്ത് തീരുമാനമാവും, അത് ഉറപ്പാണ്. ഗൈസ്, ഇതുണ്ട്, അയാളുടെ വണ്ടി ഇപ്പോഴും മോഡിഫൈഡ് ആണ്. ആകെ വലിയ 2 ടയർ മാത്രമേ എടുത്ത് മാറ്റിയിട്ടുള്ളൂ. അതെന്താ ഗൈസ് അങ്ങനെ? എടാ മണ്ട, പോലീസുകാർ എൻ്റെ വണ്ടിയിട്ട് വലിയ ടയർ മാത്രം എടുത്ത് മാറ്റിയാൽ മതി പറഞ്ഞു. പിന്നെ ഞാനാ നിന്റെ റേസിൻ്റെ എതിരാളി. എന്തായാലും ഞാൻ തന്നെ ജയിക്കുള്ളൂ, അതെല്ലാവർക്കും ഉറപ്പാണ്, ഞാനേ ജയിക്കുള്ളൂ എന്ന്. നീയേ തൽക്കാലത്തേക്ക് ഇവിടേക്ക് വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ നീ ദവടെ കിടക്ക്, മനസ്സിലായോ? മനസ്സിലായി. ഗൈസ്, അങ്ങനെ നമ്മൾ കടത്തിയിട്ടുണ്ട്. ഗൈസ്, ഇനി എന്തായാലും നമുക്ക് ആ റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. നമുക്ക് അതിന് മുമ്പ് പേരൊക്കെ രജിസ്റ്റർ ചെയ്യണം. 11 മണിക്ക് റേസ് തുടങ്ങുക. അപ്പോൾ 10 മണിയായി, ഇനി 1 മണിക്കൂറും കൂടിയേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പേരൊക്കെ രജിസ്റ്റർ ചെയ്യണം. ഗൈസ്, ഇനി നമുക്ക് പെട്ടെന്ന് ആ പേര് രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസിലേക്ക് പോവുക. ആ ഓഫീസ് പിന്നെ അടുത്താണ് ഗൈസ്, അധികം ദൂരമൊന്നുമില്ല. ഇതല്ലേ, കുറച്ച് കൂടി കഴിഞ്ഞാൽ എത്തും. ഗൈസ്, ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഗൈസ്, അങ്ങനെ ഞാൻ പേരൊക്കെ രജിസ്റ്റർ ചെയ്തു കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് ആ റേസ് നടത്തുന്ന ചേച്ചി. ചേട്ടാ, ഈ റേസ് ജയിച്ച 50 കോടി കിട്ടും. 50 കോടിയോ? അതിപ്പോൾ എന്തായാലും നല്ല കാര്യം. ഞാൻ ജയിച്ച എനിക്ക് കിട്ടുമോ? ചേട്ടൻ ജയിച്ച ചേട്ടന് തന്നെ 50 കോടി കിട്ടുന്നു, പിന്നെ വേറെ ആർക്കും കിട്ടില്ല. ഗൈസ്, അങ്ങനെ ഇയാളാണ് ഈ റേസ് കളിക്കുന്നത്. ഇയാൾ ഈ റേസ് ജയിക്കുമോ നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഞാനായി സ്റ്റണ്ട് റേസ് കളിക്കണം കേട്ടോ. നമ്മളെന്തായാലും ഈ സ്റ്റണ്ട് റേസ് ജയിക്കാം ഗൈസ്, കാരണം നമ്മുടെ വണ്ടി കണ്ടില്ലേ, മോഡിഫൈഡ് ആണ്. എൻ്റെ കയ്യിലൊക്കെ നല്ല പവറുള്ള എഞ്ചിനാണ് ഗൈസ്. ആ വണ്ടിയിലൊക്കെ പാട്ട എഞ്ചിനാണ് വെച്ചിരിക്കുന്നത് ഗൈസ്. ഇത് കണ്ടില്ലേ? അയ്യോ, പോലെ എന്തിനു പോയില്ല ഗൈസ്? അയ്യോ, പോയാ? ഇല്ല, പോയിട്ടില്ല. ഇതെങ്ങനെ ഇരിക്കുന്നു ഗൈസ്? ഞാൻ പോയി ഗൈസ്. ഞാൻ സേഫായിട്ട് ലാൻഡായാൽ മതിയായിരുന്നു, എനിക്കെൻ്റെ ജീവൻ കിട്ടിയാൽ മതി. അയ്യോ ഗൈസ്, ഇനി എന്തായാലും ഇവിടെ ഇപ്പോൾ ഞാനാ സ്റ്റണ്ട് റേസ് കളിക്കണേ. എന്തായാലും ഞാൻ ജയിക്കുള്ളൂ ഗൈസ്. നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഈ റാമ്പ് സ്കിപ്പ് ചെയ്യുക. റാമ്പ് ചാടിയാൽ പിന്നെ അവനെ പോലെ ഞാൻ താഴെ വീഴും. അത് വേണ്ട. നമുക്ക് അപ്പുറത്തെ റാമ്പല്ലേ, ഏറ്റവും ലാസ്റ്റത്തെ റാമ്പ്, അവിടെ നിന്ന് ചാടാം. അവിടെ നിന്ന് ചാടിയാൽ മെഗാ റാമ്പ് ജയിക്കാൻ പറ്റുള്ളൂ ഗൈസ്. അവിടെ നിന്ന് ചാടിയില്ലെങ്കിൽ പിന്നെ നടുക്കൊരു കുഴി പോലത്തെ സാധനമുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ പെടും. അയ്യോ, അത് വേണ്ട. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആ റാമ്പ് ചാടാൻ നോക്കണം, അല്ലെങ്കിൽ ഇവിടെ 50 കോടി പോകും. അയ്യോ ഗൈസ്, ആ റാമ്പ് എവിടെയാണോ പോലെ? അതാ അവിടെ തന്നെ റാമ്പ് ഉണ്ട് ഗൈസ്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അയ്യോ ഗൈസ്, നമുക്കിത് പെട്ടെന്ന് പോകണം. അയ്യോ ഗൈസ്, ഇതെന്താണ് ഗൈസ് ഇത്? അയ്യോ ഗൈസ്, ഭാഗ്യത്തിന് എൻ്റെ വണ്ടി പോയില്ല, അതിപ്പോൾ നല്ല കാര്യമായി. അയ്യോ, ഇപ്പോൾ സേഫായിട്ടില്ല. എൻ്റെ വണ്ടിയുടെ 2 ഡോറുകളേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. ചേട്ടാ, അതാ ഓടിച്ചു 50 കോടി. താങ്ക് യു ചേച്ചി. ഗൈസ്, അങ്ങനെ നമുക്ക് 50 കോടി കിട്ടി ഗൈസ്. ഗൈസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, റോഡ് ടു 500 ആണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അയ്യോ, ഞാൻ ഇപ്പോൾ തല്ലിടിച്ച് വീഴുമല്ലോ.